എന്താണ് എക്സാലോജി കമ്പനി ഈ CMRL കൊടുത്തിട്ടുള്ള സർവീസ് എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും CPIM-ലെ ആർക്കെങ്കിലും അറിയാമോ? ഇതിലെ ഇപ്പോഴത്തെ കോർ ഇഷ്യൂ ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും CPM-ന്റെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിൽ അത് പരാജയപ്പെട്ടു പോകാനുള്ള കാരണങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ മകൾ അന്യായമായി പണം ഉണ്ടാക്കിയുള്ള ആക്ഷേപമാണ്. ആക്ഷേപം ഒരു ഘടകമാണ്, നിശ്ചയമായും ഒരു ഘടകമാണ്. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്താണ് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഈ കമ്പനി കരിമണൽ കമ്പനിക്ക് കൊടുത്ത സർവീസ് എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഈ കേരളത്തിലുണ്ടോ? ഇത് എത്രയോ തവണ CPM പ്രതിനിധികൾ തന്നെ എത്രയോ ചർച്ചയിൽ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. വിശദീകരിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല, വിശദീകരിച്ചു പരാജയപ്പെട്ടുള്ള സംഗതിയാണ്. വിശദീകരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടതല്ലാതെ ഞാൻ എവിടെയും ഞാൻ പറയാം. അങ്ങ് നിഷാദ് ഈ ചോദ്യത്തെ തിരിച്ചു വെക്കുകയാണ്. അങ്ങ് ചോദിക്കേണ്ട ചോദ്യം എന്ത് സേവനമാണ് അന്യായമായി കർത്തയ്ക്ക് ചെയ്തു കൊടുത്തു എന്ന ആക്ഷേപം ഇവിടെ നിലനിൽക്കുന്നത്? എന്ത് ആക്ഷേപമാണ് നിലനിൽക്കുന്നത്? കർത്തയിൽ നിന്ന് പണം വാങ്ങിച്ച് എന്ത് തെറ്റായ അന്യായമായ കാര്യമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? അതല്ലേ ചോദിക്കേണ്ടത്. ഞാൻ മുഖ്യമന്ത്രിയിലേക്ക് ഞാൻ വന്നില്ലല്ലോ ഷാനിബേ. അതിന് മുഖ്യമന്ത്രിയുമായി ചേർന്ന അഴിമതിയാണ് ഞാൻ എന്ത് സേവനമാണ്? എനിക്കറിയില്ല എന്ത് സേവനമാണ്. അല്ല, അതല്ല, നിങ്ങൾക്ക് എന്താണ് ആക്ഷേപം അത് പറയൂ. അല്ല, വീണ തൈക്കണ്ടി രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കി, ആ കരാറിൽ പറഞ്ഞ സേവനം ചെയ്തു കൊടുത്തു, ആ സേവനം ചെയ്തു കൊടുത്തില്ല എന്നൊരു അഭിപ്രായം CMR-നില്ല. അവർ ആ അന്വേഷണവുമായി പിന്നെ ഏത് സേവനമാണ്? അല്ല, അതെ, അത് ആ കമ്പനിയും CMRL കമ്പനിയും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? അതിൽ CMRL കമ്പനിക്ക് സേവനം കിട്ടി എന്ന് അവർ പറയുന്നു, അതിന് പ്രതിഫലം ഈ കമ്പനി തന്നിട്ടില്ല എന്നാണ് എന്താണ് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അതിൽ ഇപ്പോഴും തർക്കം നടക്കുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ EDക്ക് ആവശ്യമുള്ള തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ആ ചോദ്യങ്ങൾ അത്തരത്തിലുള്ള മറുപടി ഉണ്ടായി എന്ന നിലയിൽ ആ തർക്കം നടക്കുകയാണ്. അത് കൃത്യമായി അന്വേഷണം നടത്തി കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ ഒറ്റ കാരണം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഇപ്പോഴും തൊടാൻ കഴിയാത്ത, ഇപ്പോഴും എത്താൻ കഴിയാത്ത ആ സംഗതി ഉണ്ടല്ലോ, എന്താണ് ആ സേവനം? ആ ഒറ്റ കാര്യം പറഞ്ഞാൽ അത് പവർ പോയിന്റ് ആണ്, എന്താണ് പിന്നെ എക്സൽ ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ എന്തിനാണ് വീണയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷാനിബ നിങ്ങളൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? വീണയോട് അത് വിശദീകരിക്കാൻ പറയാ, അല്ലെ ചോദിച്ചത് എടുത്തുകൂടെ? നിങ്ങൾക്ക് വലിയ പാടുള്ള കാര്യമാണോ? വീണയോട് നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിച്ചെടുക്കാമല്ലോ എന്താ കൊടുത്ത സേവനം എന്ന്. അത് പറയാതെ നിങ്ങൾ ഈ കിടന്ന് കളിക്കുന്നതിനാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ശ്രീ നിഷാദ് റാവുത്തർ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പിണറായി വിജയന്റെ മകൾ കരിമണൽ കർത്തയിൽ നിന്ന് അന്യായമായി പണം വാങ്ങിച്ചു എന്ന് അങ്ങ് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഞങ്ങൾ ഇവിടെ ഇരുന്നതിന് മറുപടി സ്വാഭാവികമായ ഒരു കേസായി. ഇപ്പൊ അങ്ങേക്ക് എന്ത് തെളിവുള്ളത്? എനിക്കറിയാം. ഞാൻ എന്റെ ഒരു സേവനം ചെയ്തു കൊടുത്തിട്ടാണ്, എന്ത് തെറ്റായ കാര്യം ചെയ്തു കൊടുത്തിട്ടാണ് വീണ പണം വാങ്ങിച്ചത്? അന്യായമായി പണം വാങ്ങിച്ചു. സേവനം കൊടുക്കാതെ പണം വാങ്ങിച്ചാൽ അന്യായമാണ്. അല്ലല്ല, സേവനം അത് ആ കരാറിൽ എന്ത് സേവനമാണ്? ആ കരാർ പരിശോധിച്ചാൽ പോരെ? പരിശോധിച്ചോ? നിങ്ങൾക്ക് ആ കരാറിൽ എന്ത് സേവനമാണ് കൊടുത്തിരുന്നത്? ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു സർവീസുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ട് കരാർ ഉണ്ടാക്കിയതിന് ശേഷം സർവീസ് ആവശ്യം വന്നില്ല എന്ന് വിചാരിക്കും. ഇപ്പൊ കരാറുമായി ബന്ധപ്പെട്ട് അവർക്ക് സർവീസ് കൊടുക്കേണ്ടി വന്നില്ല. എന്താണ് ഇടപെട്ട് ചോദിക്കുമ്പോൾ സെറ്റിൽമെന്റ് ബോർഡ് ആ കരാർ അടക്കം പരിശോധിച്ചിട്ടില്ലേ, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ആ കരാർ എന്തായിരുന്നു എന്ന് പറഞ്ഞാലല്ലേ. ഇപ്പൊ നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിസ്റ്റം, ഞാൻ IT വിദഗ്ധനല്ലാത്തത് കൊണ്ട് കൃത്യമായി അതിന്റെ പിന്നെ IT ലാംഗ്വേജ് വെച്ച് എനിക്ക് അതിനെക്കുറിച്ച് സോഫ്റ്റ്വെയർ ലാംഗ്വേജ് വെച്ച് എനിക്കത് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയുമായി കരാറുണ്ടാക്കിയാൽ ആ സർവീസ് ആവശ്യം വന്നില്ലെങ്കിലും ആ കരാറുമായി ബന്ധപ്പെട്ട പണം ആ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. ഇത് എന്റെ ഒരു ധാരണയിൽ ഞാൻ പറയുന്നതാണ്. അത് ആ സർവീസ് കിട്ടിയിട്ടില്ല എന്ന് CMRL കമ്പനിക്ക് പരാതി ഉണ്ടെങ്കിലല്ലാതെ നമുക്ക് മൂന്നാമതൊരാൾക്ക് എന്തിനാണ് ഈ വിഷയത്തിൽ കരാർ പിന്നെ സേവനം കിട്ടിയിട്ടില്ല എന്ന് അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്?